അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ ഫോണൊന്ന് തന്നാ കൊള്ളായിരുന്നു. അയ്യോ, ഫോൺ എന്റെ മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യപ്പെട്ട് തിടുക്കപ്പെട്ടിരിക്കുമായിരിക്കും അല്ലേ? ആരും എനിക്ക് ഫോൺ തരുന്നില്ല. നിനക്ക് ഫോൺ തന്നാ നീ ഫോണിൽ നോക്കുമല്ലോ, അതങ്ങ് വിഴുങ്ങുമല്ലേ. കുഞ്ഞെ, എന്റെ ഫോൺ ഓൾറെഡി ഇപ്പൊ നല്ല ലാഗാണ്, ഭയങ്കര സ്ലോ ആണ്. ഇപ്പൊ നിന്റെ ഇത് തന്നാലേ ശരിയാവൂല. കേശയുടെ പന്നുണ്ടല്ലോ, അപ്പൊ കേശയുടെ ഇന്ന് ഫോൺ അങ്ങ് മേടിച്ചോട്ടാ. കേശുവേടാ, കൊച്ചിന് കുറച്ചു ഫോൺ കൊടുത്തടാ. എടാ ഒന്ന് കൊടുക്കടാ, എന്റെ ഫോൺ വരെ വരെ ഭയങ്കര ലാഗാണ്. കോണ്ടാക്ട്സ് ഒക്കെ എടുത്തോണ്ടല്ലോ, 1/2 മണിക്കൂർ കഴിയുമ്പോഴാണ് ഡിസ്പ്ലേയിൽ സാധനം വരണേ. കൊടുക്ക്. എല്ലാവർക്കും ഫോൺ തരാൻ മടിയാ. എല്ലാവർക്കും ബാക്കിയുള്ളവർക്ക് ഫോൺ കൊടുത്തും കുഴപ്പമില്ല, പക്ഷെ നിനക്ക് ഫോൺ തരാൻ മടി തന്നെ. ചേച്ചി, ഫോൺ ചിലപ്പോൾ വല്ല ഹാങ് ആയിരിക്കും. ഒരു കാര്യം ചെയ്യും, ചേച്ചി ഇത് റെഡിയാക്കുന്നു, അങ്ങ് മറച്ചു വെക്കുന്നു, എന്നിട്ട് ആ കാശോടെ കൊടുത്തിട്ട് പുതിയൊരു ഫോൺ മേടിക്കും. പുതിയ ഫോൺ മേടിക്കാനാ? ഓ, അതിന് ഈ ഫോണിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല നല്ല ഫോൺ മേടിക്കാല്ലേ. ഓ സൂപ്പർ ആയിരിക്കും. ചേച്ചി ഫോൺ ഭയങ്കര ഹാങ് എന്ന്, അപ്പൊ പുതിയൊരു ഫോൺ മേടിക്കാനുള്ള പ്ലാന് ആണോ? നോക്കി മേടിക്കണം. കമ്പനി നല്ല ബ്രാൻഡ് ആയിരിക്കണം, പിന്നെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കി മേടിക്കണം, നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ്. ചേട്ടാ നല്ല ഫോൺ സജസ്റ്റ് ചെയ്യട്ടെ, നമുക്ക് അതിനെ മേടിക്കാം. പക്ഷെ ക്യാമറ അടിപൊളി വേണേ, നല്ല ക്യാമറ വേണം. അല്ല, ഈ ക്യാമറ അല്ലെങ്കിൽ ഈ മെഗാ പിക്സലിനൊന്നും ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ അതിനെക്കാട്ടി കൂടുതൽ എടുക്കുന്ന പടവും വീഡിയോ ഒക്കെ നല്ല നാച്ചുറൽ, നല്ല ഫ്ലോ ആയിരിക്കണം. ഈ 1,00,000 രൂപയ്ക്ക് പുറത്തുള്ള ഒരുപാട് മൊബൈൽ സീരീസുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരെണ്ണം നോക്കി. എന്താ പ്രശ്നം? ചേച്ചി ഫോൺ വാങ്ങിക്കാൻ വന്നു, വലിയ ഫോൺ. ഇപ്പൊ കയ്യിലിരിക്കുന്ന ഫോണിന് എന്താ പ്രശ്നം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ കുറെ നാളായാലും കയ്യിലിരിക്കണത്, അതുകൊണ്ട് മാറ്റാന്ന് വിചാരിച്ചാ. ചേട്ടാ, ഫോൺ എടുക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ഫോൺ എടുക്കണേ. എന്താണെങ്കിലും നല്ല വീഡിയോ ക്വാളിറ്റി വേണം ഫോണിന്. ഇപ്പൊ ഇരിക്കണതിന് എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടോ? ക്വാളിറ്റി ഉള്ളതല്ലേ ഇതിപ്പോ, പിന്നെ എന്തിനാ മേടിക്കണ പുതിയ ഫോൺ? അതല്ല, ഇപ്പോഴേ മികച്ച സെൽഫി സെൻസറുള്ള ഫോണൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ സാധാരണ പഴയ ഫോണിനും കാട്ടി 100 ഇരട്ടി നമുക്ക് സൂം ഇൻ ചെയ്യാം. അത് 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ ഇല്ലേ? കണ്ടില്ലേ നീ അങ്ങനത്തെ വീഡിയോസ്? ചേട്ടാ, പൈസ ഒന്നും നോക്കണ്ട, കിട്ടുക്കം ഫോൺ മേടിക്കാം. ഇപ്പൊ ഈ ഫോൺ വെച്ച് ഫോൺ വിളിക്കാൻ പറ്റും, ഫോൺ തിരിച്ചു വന്നാൽ നിനക്ക് കേൾക്കാനൊക്കെ പറ്റുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പിന്നെ വീഡിയോ നന്നായിട്ട് കിട്ടും, ഫോട്ടോ നന്നായിട്ട് എടുക്കാൻ പറ്റും. പിന്നെന്താ പ്രശ്നം? അല്ലമ്മ, ചേച്ചിയുടെ ഫോൺ ചെറുതായിട്ടൊന്ന് സ്ലോ ആയോ എന്നൊരു സംശയമല്ലേ ഉള്ളൂ. അമ്മ, ഈ ഫോണുകൾ തമ്മിലുള്ള വ്യത്യാസവും അതിന്റെ ക്വാളിറ്റി പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് അമ്മ ചെല്ലി. അമ്മ ഇടയിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ഫോൺ എടുക്കുന്ന കാര്യം നടക്കൂല. ചുമ്മാ എല്ലാത്തിലും ഇടപെട്ട് അതങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും. അല്ല, നീ ഒരു കാര്യം ചെയ്യും, സിദ്ധുവിളെ വിളിച്ചിട്ടേ ഒരു നല്ല ഒരു ബഡ്ജറ്റ് നോക്കിയിട്ട് നല്ലൊരു ഫോൺ എടുക്കാൻ പറ. എടാ, എത്രയുടെ ഫോൺ എടുക്കാൻ പോണ ഇപ്പൊ? ഇപ്പൊ ഒരു നല്ല ഫോൺ എടുക്കണമെങ്കിൽ മിനിമം 1,00,000 മുകളിലെങ്കിലും വേണം. ഓ വേണം, പക്ക. അമ്മ, ഇപ്പോഴത്തെ ഫോണിന്റെ വീഡിയോ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സിനിമ വരെ എടുക്കാൻ പറ്റും, അത്രയ്ക്ക് ലെവലാണ്. എന്റെ പൊന്നു, 1,00,000 രൂപയുടെ ഫോൺ. നമ്മൾ ഈ ഫോൺ എപ്പോ കൈ പിടിച്ചിട്ട് കിടക്കാണ്, വല്ലയിടത്ത് വീഴുക പൊട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ പൊന്നു, 1,00,000 ഒറ്റയടിക്ക് അങ്ങ് പോകും. അതൊക്കെ നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞ, അമ്മയ്ക്ക് അറിയാൻ പാടാത്ത കുറെ ഏരിയ ഉണ്ട് ഇതില്. ചേട്ടാ, നമുക്ക് ചേട്ടൻ റൂമിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം. അമ്മ ഫോൺ വാങ്ങിക്കാൻ സമ്മതിക്കൂല. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അമ്മ, അമ്മ, എന്താ അമ്മയ്ക്ക് ഒരു കാര്യം പറയണ്ടായിരുന്നമ്മ. അല്ല, ഞാൻ ഈ കാര്യം ചേട്ടൻ്റെ അടുത്തും കേശുടെ അടുത്തൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അമ്മയുടെ അടുത്ത് ഒരു അഭിപ്രായം ചോദിക്കാൻ. അതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വന്നതാ. സിദ്ധുവിനാണെങ്കിലേ ഒരു കോൺഫിഡൻസ് ഇല്ല ഒരു തീരുമാനം എടുക്കാനുള്ളത്. സിദ്ധുവിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും അവർക്കും 5-6 അഭിപ്രായം. ഈ വലിയ വലിയ കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അറിവോ വിവരമോ ഒന്നും നമുക്കില്ല. ഇത് നമ്മള് പഴഞ്ച ആൾക്കാരാണ്. എന്തോ നമ്മ ഇങ്ങനെയൊക്കെ പറയണേ? അമ്മ, ഇതിപ്പോ സിദ്ധുളിയന് ആലോചിച്ച് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷൻ തന്നെ ആയിരിക്കും. അളിയനെ അങ്ങനെ സ്വന്തമായിട്ട് എടുക്കാം. പിന്നെ ഇവളടുത്ത് പറഞ്ഞത് ഇവൾക്ക് എന്തായാലും അതിനെക്കുറിച്ച് പറയാനൊന്നും അറിയില്ല. പക്ഷെ ഇവള് ത്രൂ നമ്മുടെ അടുത്ത് പറയുമല്ലോ. അപ്പൊ നമ്മുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ടാണ് സിദ്ധുളിയൻ ഇവളുടെ അടുത്ത് പറഞ്ഞത്. അതല്ല ഇവളെ അമ്മയുടെ അടുത്ത് ഒന്ന് പറഞ്ഞത്. ലച്ചുവിന് എല്ലാത്തിനെ കുറിച്ചും അഭിപ്രായം പറയാൻ പറ്റും. എല്ലാത്തിനെ കുറിച്ചും നല്ല ബോധവും അറിവും ഒക്കെ ഉള്ളതല്ലേ അവൾക്ക്. ഇതെന്താ ഇത്? ഞാൻ സിദ്ധുവിന്റെ അടുത്ത് ഫോണിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് സിദ്ധു പറഞ്ഞു അത് അതിന്റെ കാര്യം പിന്നെ ആലോചിക്കാന്ന്. അപ്പോഴാണ് സിദ്ധു ഈ വിഷയത്തിനെ പറ്റി എന്റെ അടുത്ത് പറയണത്. ചേച്ചി ഇനി ഈ വിഷയം ആ വിഷയം മറ്റേ കാര്യം ആ കാര്യം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യം പറ. എന്നല്ലേ അമ്മയ്ക്ക് കറക്റ്റ് അഭിപ്രായം പറയാം. അമ്മ, ഞാൻ കാര്യം പറയട്ടെ? അമ്മ എന്തോ പറയുന്നതെന്ന് കേൾക്കാൻ നിൽക്കും എല്ലാരും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇനി ഒരു കാര്യത്തിനും അഭിപ്രായത്തിനോ ഉപദേശത്തിനോ ഞാനില്ല. അല്ലെ തന്നെ നമ്മളുടെ അഭിപ്രായത്തിന് എന്താ വില? ഞാനും അച്ഛനൊക്കെ ഔട്ട്ഡേറ്റഡ് അല്ലേ?
ഇപ്പൊ അമ്മയുടെ അഭിപ്രായം കേൾക്കാനാണ് സിദ്ധു ഇരിക്കുന്നതെങ്കിലോ? ആ പുറത്തെ കുട്ടികൾക്ക് നമ്മളെ നല്ല വിലയുണ്ട്, നമ്മളെ കുട്ടികൾക്ക് വിലയൊന്നുമില്ല. എന്റെ അമ്മ ഇനിയിപ്പൊ ഞാൻ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സോറി, ഒന്ന് ക്ഷമിച്ചു കളാ. ചേച്ചി കാര്യം പറ. അമ്മ പറയട്ടെ. വെറുതെ പറ, വലിയ കാര്യമൊന്നുമില്ല. അമ്മ, സിദ്ധു ഇപ്പൊ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഇപ്പൊ 2 വർഷം ആയാലും അടുപ്പിച്ച് ജോലി ചെയ്യുന്നേ. അപ്പൊ സാലറി ഒന്നും കൂട്ടി കിട്ടിയിട്ടില്ല. സാധാരണ 1 വർഷമൊക്കെ കഴിയുമ്പോൾ സാലറി ഒക്കെ കൂട്ടി കിട്ടുന്നതാണല്ലോ. അപ്പൊ സിദ്ധുവിന്റെ കുറച്ച് ഫ്രണ്ട്സ് വേറെ ജോലി തേടി യൂറോപ്പിലേക്കൊക്കെ പോകാൻ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പൊ സിദ്ധു എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ വേണ്ടേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. ഞാൻ എന്താ പറയണ്ടേ? സിദ്ധുവിന്റെ കൂടെ ജോലി ചെയ്യണ കുട്ടികൾ വേറെ രാജ്യത്തേക്ക് ജോലി ചെയ്യാൻ വേണ്ടി പോകാൻ പോകണം. സിദ്ധു മറൈൻ എഞ്ചിനീയറിംഗ്, അവര് മർച്ചന്റ് നേവി. മർച്ചന്റ് നേവി ആണെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്. പക്ഷേ മറൈൻ എഞ്ചിനീയറിംഗ് അങ്ങനെയല്ല, പ്ലേസ്മെന്റ് കിട്ടാൻ ഇച്ചിരി പാടാ, ആണോ? ടഫാണ്. ഇതാണ് എൻ്റെ അറിവ്. നിങ്ങളുടെ അറിവ് എങ്ങനെയാന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പൊ സിദ്ധുവിന് ശമ്പളം കൂടിയിട്ടില്ലെന്നല്ലേ ഉള്ളൂ, തെറ്റില്ലാത്ത ശമ്പളം ഉണ്ടല്ലോ. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ അവിടെ തന്നെ തുടരണമാണ് നല്ലത്, വേറെ അന്വേഷിച്ച് പോണ നേരത്തിന്. ആ അതമ്മ പറഞ്ഞ കറക്റ്റാണ്. ഇപ്പൊ ഈ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാ. ഒരുപാട് പോളിസികളൊക്കെയാണ് ഇപ്പൊ അവർ കൊണ്ടുവന്നിരിക്കണേ. UK അങ്ങനെ തന്നെ ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാ. പഴയ സാലറിയോ പ്ലേസ്മെന്റോ ഒന്നും അവർക്കും ഇപ്പൊ. പിന്നെ ഇവരൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? മൈഗ്രേഷൻ. അത് ഞാനും കേട്ടിട്ടുണ്ടമ്മ. പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഗൾഫിലേക്ക് ജോലിക്ക് കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഈ റഷ്യ-ഉക്രൈൻ യുദ്ധം വന്നില്ലേ, അതെല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് യൂറോപ്യൻസിനെ. ഇപ്പൊ സിദ്ധു ജോലിയുടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, സാലറി കൂടണില്ല, അതല്ലേ ഉള്ളൂ. ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതൊക്കെ പതുക്കെ പതുക്കെ ശരിയായിക്കോളും. എല്ലാ രാജ്യങ്ങളിലും ഇതൊക്കെ തന്നെ അവസ്ഥ. ഇതിപ്പോ എന്റെ അഭിപ്രായം കേട്ടോ, ഇത് പറഞ്ഞു നോക്ക്, ബാക്കി തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതാ വന്നത്. അല്ല അമ്മ പറഞ്ഞ കറക്റ്റാ, എന്റെ കമ്പനിയിലും ഇത് തന്നെ സാലറി പ്രശ്നം ആണ്. എനിക്കറിയായിരുന്നു അമ്മ അടുത്ത് കാര്യം പറഞ്ഞ കറക്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരുമെന്ന്. അയ്യോ നമ്മൾ പഴഞ്ചനാണ്, എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിട്ടുണ്ടെങ്കിൽ പുറത്തേക്കണം കേട്ടോ. അമ്മ എപ്പോഴും ലേറ്റസ്റ്റ് അല്ല അമ്മ. നമ്മുടെ അമ്മയെന്നല്ല എല്ലാ അമ്മമാരും ലേറ്റസ്റ്റ് ആണ്. അമ്മമാർ 6 മനസ്സിലും പോകില്ല. അമ്മ അമ്മയല്ലേടി, മമ്മി. മമ്മിയാണോ? ആ മമ്മി 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 നമ്മളെങ്ങനെ മമ്മി മമ്മി